നമസ്കാരം. നമുക്കറിയാം BSNL 4G ടവറുകൾ അല്ലെങ്കിൽ 4G നെറ്റ്വർക്ക് കണക്ടിവിറ്റി എത്തിക്കുന്നതിൽ ഈ ഒരു 3-4 മാസം കൊണ്ട് അതിതീവ്രമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ 4G നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിൽ അവർ വളരെ ഫാസ്റ്റായിട്ട് നെറ്റ്വർക്ക് കണക്ടിവിറ്റി എത്തിച്ചുകൊണ്ടിരുന്നാലും അല്ലെങ്കിൽ ഇപ്പോൾ നിരവധി കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് നെറ്റ്വർക്ക് വേണ്ട രീതിയിലൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ കോൾ ഡ്രോപ്പ് ആവുന്നു, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് താൽക്കാലികം മാത്രമാണെന്ന് ഉടൻ തന്നെ മാർച്ച് ഒരു പകുതിയോടുകൂടി എല്ലാം ശരിയാവുമെന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിലെ BSNL 4G ടവർ സ്ഥാപിക്കുന്നതിൽ കേരളമാണ് മുൻപന്തിയിലെന്ന് BSNL അറിയിച്ചിട്ടുണ്ട്. ഇനി 4% ടവറുകൾ കൂടി മാത്രമേ 4G കണക്ടിവിറ്റി എത്തിക്കാൻ ബാക്കിയുള്ളൂ എന്ന് BSNL അറിയിച്ചിട്ടുണ്ട്. രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 4G ടവറുകൾ സ്ഥാപിക്കുന്നതിൽ കേരളം മുൻനിരയിലാണെന്ന് BSNL അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇനി 4% ടവറുകൾ കൂടി മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത്. 5859 ടവറുകളാണ് BSNL 4Gക്ക് വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടത്. അതിൽ 5511 എണ്ണവും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. 348 ടവറുകളാണ് ശേഷിക്കുന്നത്. മാർച്ച് 31-നകം മുഴുവൻ ടവറുകളും കേരളത്തിൽ 4G ആയിട്ട് പ്രവർത്തിച്ചു തുടങ്ങും. ലക്ഷ്യമിട്ടതിൽ 9 ടവറുകൾ മാത്രം അവശേഷിക്കുന്ന ആലപ്പുഴ ജില്ലയിലാണ് സംസ്ഥാനത്ത് മുന്നിൽ. സംസ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കുറവ് ടവറുകൾ ഇനി 4G സ്ഥാപിക്കാനുള്ളത്. ഇവിടെ 321 ടവറുകൾ ലക്ഷ്യമിട്ടതിൽ 312 എണ്ണം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ 491 ടവറുകളാണ് ലക്ഷ്യമിട്ടത്. അവിടെ 480 ടവറുകൾ 4Gയിലായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരിൽ 88-ഉം തിരുവനന്തപുരത്ത് 60-ഉം കൊല്ലത്ത് എറണാകുളത്ത് 39-ഉം ടവറുകൾ കൂടി മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. മറ്റു ജില്ലകളിൽ 30 താഴെ ടവറുകൾ മാത്രമാണ് ഇനി 4Gയിലേക്ക് എത്തിക്കാനുള്ളത്. മാർച്ച് 31-നകം രാജ്യത്ത് 1 ലക്ഷം 4G ടവറുകൾ സ്ഥാപിക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അത് 80,000 പൂർത്തീകരിച്ചതായി BSNL അറിയിച്ചിട്ടുണ്ട്. BSNL ഇങ്ങനെ ടവറുകൾ വിപുലീകരിച്ച് വരുന്നു. അതുപോലെ തന്നെ 4Gയുടെ പുതിയ ടവറുകൾ വെക്കുന്നതോടൊപ്പം കൂടാതെ തന്നെ BSNL സ്പീഡ് വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യണമായിരുന്നു എന്നാണ് എനിക്ക് പൊതുവെ പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ 4G കണക്ടിവിറ്റി എത്തിക്കുന്നതിൽ BSNL നിരവധി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിലും കോൾ ഒരു പ്രശ്നമായി വരുന്നു. അതായത് കോൾ കിട്ടുന്നില്ല, കോൾ ഡ്രോപ്പായി പോകുന്നു, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. ഇതിന് BSNL പറഞ്ഞൊരു കാര്യമുള്ളത് 4G മൊബൈൽ ടവർ സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കോൾ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇനി മുതൽ കുറഞ്ഞു വരുമെന്നാണ് BSNL അറിയിക്കുന്നത്. അതിനുള്ള കാരണം ഇപ്പോൾ ടാറ്റ കൺസൾട്ടൻസി സർവീസാണ് BSNLന് ഇത്തരത്തിൽ 4G സാങ്കേതികവിദ്യ വികസിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ഇണങ്ങുന്ന ഒരു സെർവർ ഇപ്പോൾ നിലവിലില്ല. അങ്ങനെ ടാറ്റ കൺസൾട്ടൻസിയുമായി ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു സെർവർ പുതിയതായിട്ട് ഉടൻ തന്നെ പ്രവർത്തനക്ഷമമാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുതിയ സെർവറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പുതിയ സെർവറിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും BSNLൻ്റെ കോൾ ഇഷ്യൂസ്, അതുപോലെ നമുക്ക് കോൾ ഡ്രോപ്പ് ആവുന്നു, അല്ലെങ്കിൽ കോൾ വോയിസ് ബ്രേക്ക് ആവുന്നു, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു താൽക്കാലിക പ്രശ്നം മാത്രമാണെന്നും BSNL അറിയിച്ചിട്ടുണ്ട്. നിലവിൽ BSNLൻ്റെ നോക്കിയയുടെ പഴയ സെർവറാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പുതിയ സെർവറിലേക്ക്. അപ്പം മാർച്ച് 31 ആകാം, അല്ലെങ്കിൽ മാർച്ച് 31 വരെ മാക്സിമം ഒരു ഡേറ്റ് BSNL പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവുമെന്നാണ് BSNL പറയുന്നത്. എന്തായാലും BSNLൻ്റെ 4Gയിലേക്ക് പോർട്ട് ചെയ്ത് വന്ന ആൾക്കാർ ഇപ്പോഴും പൂർണ്ണമായി തൃപ്തനല്ല, അല്ലെങ്കിൽ അവർ എന്തായാലും ഉപയോഗിക്കുന്നതിൽ ഒരു സംതൃപ്തി ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മറ്റുള്ള നെറ്റ്വർക്കിൽ നിന്ന് വന്നിട്ട് ഇതിനകത്തിൽ കോൾ ഇഷ്യൂ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ SMS പോകുന്നില്ല, നെറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കട്ടായി പോകുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ട് ഓൺ ആക്കുമ്പോൾ പെട്ടെന്ന് വരുന്നില്ല, കുറേ സമയം പിന്നെ നെറ്റ് ഓൺ ആകുന്നതേ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ നെറ്റ് ഓഫാക്കി വെച്ചേക്കുവാണെങ്കിൽ ഇടയ്ക്കൊന്ന് നെറ്റ് ഓൺ ആക്കണമെങ്കിൽ നെറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ഓൺ ആവത്തില്ല, ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞ് ഓൺ ആവത്തുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും എൻ്റെ കയ്യിലും BSNL സിം ഉണ്ട്. പക്ഷേ അത് ഞാനിപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഒരു 6 മാസം മുമ്പ് BSNL ഉപയോഗിക്കുന്നതിനെക്കാട്ടി പലയിടങ്ങളിലും 4G ഉണ്ട്. എന്നാൽ പഴയതിനെക്കാട്ടി കുറച്ചുകൂടെ സ്പീഡുമായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു 6 മാസ കാലയളവിൽ BSNL ഇത്തരത്തിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ BSNLന് എന്തായാലും ഒരു 2-3 മാസത്തിനകം നല്ല രീതിയിൽ 4G കണക്ടിവിറ്റി എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. മറ്റുള്ള നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 5G പ്ലസ് വരെ എത്തി, 6Gയിലൊക്കെ ആവാൻ പോകുന്നു. BSNL 4G എത്തിയിട്ടുള്ളൂ. ഇനി 4G പ്ലസ് വരണം, 5G പ്ലസ് ഇതൊക്കെ കൊണ്ടുവരണം. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് കൊണ്ടുവന്നാൽ നമുക്ക് നല്ലതായിരുന്നു. BSNL ചാർജ് കുറവാണ്, ഇനി ചാർജ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും BSNL ഉപയോഗിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. പുതിയ അപ്ഡേറ്റുമായിട്ട് ഉടൻ തന്നെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, ബൈ.